ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് ഒന്നാമനാകാം എന്ന പുസ്തകത്തിലെ മാറ്റമില്ലാത്തതൊന്നുമില്ല എന്ന ലെസണാണ്. ഇതിൽ ആദ്യം ഒരു പ്രോവേബിലാണ് തുടങ്ങുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെ. പ്രോവേബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് പഴഞ്ചൊല്ലെന്ന് പറയും. ചൊട്ടയിലെ ശീലം ചുടല വരെ, അതായത് ജനിച്ചു വീണ അന്ന് മുതൽ ഉള്ള ശീലങ്ങൾ എന്താണ് അവരുടെ ശീലം, അത് മാറില്ല, മരണം വരെ അത് നിൽക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇത് ശരിയല്ല എന്നാണ് ഈ ലെസണിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് എനിക്ക് മാത്സ് വളരെയധികം പ്രയാസമാണ് എന്നൊരു കുട്ടി പറയുകയാണ് എന്ന് വിചാരിച്ച് അത് ഏത് ക്ലാസ്സിൽ പോയാലും അങ്ങനെ ആവില്ല എന്നാണ് ഈ ലെസണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ക്ലാസ് കഴിയും തോറും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എനിക്കിത് പഠിക്കണം എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മളത് വർക്കൗട്ട് ചെയ്യുകയും കണക്ക് വളരെ ഈസിയായിട്ട് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഈ ചിന്തകൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. അതല്ലാതെ ഇങ്ങനെ ആയിരുന്നു പണ്ടേ മാത്സ് പ്രയാസമാണ്, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സ് പ്രയാസമാണ്, എനിക്ക് സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ചിന്തയാണ്. അത് തന്നെയായിരിക്കും വളരെ ഉയർന്ന ക്ലാസ്സുകളിലേക്കും പോകുമ്പോൾ അത് തെറ്റാണെന്നാണ് ഈ ലെസൺ തെളിയിക്കുന്നത്. അതായത് ഈ ചിന്തകൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് ആധുനിക മനഃശാസ്ത്രം. സൈക്കോളജിയിൽ പറയുന്നു ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന മനഃശാസ്ത്ര ശാഖ. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിന് മാറാൻ കഴിയും, അതോടൊപ്പം തന്നെ വളരാനും കഴിയും എന്നതാണ്. നമ്മുടെ ചിന്തകൾ തലച്ചോറിലെ ന്യൂറോണുകളുമായി ബന്ധപ്പെട്ടവയാണ്. തലച്ചോറിൽ ഏകദേശം 8600 കോടി ന്യൂറോണുകൾ ഉണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ ന്യൂറോണുകൾ പ്രവർത്തിക്കും. അപ്പോൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ 8600 crores ന്യൂറോണുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്, അതിന് എന്താണ് അർത്ഥം? ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ആ സമയം തൊട്ടാണ് എല്ലാ ന്യൂറോണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. എല്ലാ ന്യൂറോണുകളും അല്ല ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതായത് ചിരിക്കുമ്പോൾ ഒരു കൂട്ടം ന്യൂറോണുകൾ തമ്മിൽ ബന്ധപ്പെടും. നമ്മൾ കരയുമ്പോൾ വേറൊരു കൂട്ടം ന്യൂറോണുകളാണ് ബന്ധപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം ഓരോ വികാരങ്ങൾക്കും നമ്മുടെ ഓരോ ചിന്തകൾക്കും ഓരോ തരത്തിലുള്ള ന്യൂറോണുകൾ തമ്മിലായിരിക്കും ബന്ധിപ്പിക്കപ്പെടുന്നത്. ഡൊണാൾഡ് ഹെബ്ബ് എന്ന കനേഡിയൻ ന്യൂറോ സൈക്കോളജിസ്റ്റാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ കൊണ്ടുവന്നത്. ഡൊണാൾഡ് ഹെബ്ബ് എന്ന കനേഡിയൻ ന്യൂറോ സൈക്കോളജിസ്റ്റാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ കൊണ്ടുവന്നത്. ഇദ്ദേഹം കണ്ടെത്തിയ നിയമത്തെയാണ് ഹെബിയൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹെബിയൻ റൂൾ ആരാണ് കൊണ്ടുവന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഡൊണാൾഡ് ഹെബ്ബ്. എവിടെയാണ്? കനേഡിയൻ ന്യൂറോ സൈക്കോളജിസ്റ്റാണ്, കാനഡയിലാണ്, ന്യൂറോ സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് കൂടുതൽ റിസർച്ചൊക്കെ നടത്തി പഠനങ്ങൾ കൊണ്ടുവന്നത്. ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ വയർ ടുഗദർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ നിയമം അനുസരിച്ച് ന്യൂറോണുകളെ പുതിയതായി ബന്ധിപ്പിക്കാനും ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നവയെ വേർപെടുത്താനും സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കണക്ക് എനിക്ക് വളരെ പ്രയാസമാണ്, ഒരു കുട്ടിക്ക് കണക്ക് വളരെ പ്രയാസമാണെന്നിരിക്കട്ടെ. ആ കുട്ടി ഏത് ന്യൂറോണുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? കണക്ക് പ്രയാസമാണ് എന്ന ചിന്ത വരുമ്പോൾ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ന്യൂറോണുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ന്യൂറോൺസ് ദാറ്റ് ഫയർ ടുഗദർ. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കുട്ടിക്ക് കണക്കിന് കൂടുതൽ ട്യൂഷൻ കൊടുത്തും കൂടുതൽ പ്രോബ്ലംസ് വീണ്ടും ചെയ്തും അതിനെ മാറ്റാൻ പറ്റും. മാറ്റുമ്പോൾ നമ്മൾ എന്ത് പറയും? വയർ ടുഗദർ. അതിനെ മാറ്റിയിട്ട് വേർപെടുത്തുകയാണ്. അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചിന്തകളെ വേർപെടുത്തുകയാണ്. അതായത് അമിതമായി ദേഷ്യപ്പെടുന്ന ഒരാളുടെ ചിന്തകൾ മാറ്റി ന്യൂറോണുകളുടെ ബന്ധങ്ങൾ മാറ്റി ദേഷ്യമില്ലാത്ത ആളാക്കുവാൻ സാധിക്കും എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണക്കിന് ഇഷ്ടപ്പെടാത്ത ഒരാളിനെ കണക്കിലെ മിടുക്കനാക്കി മാറ്റാൻ കഴിയും എന്നും ഡൊണാൾഡ് ഹെബ്ബ് നമ്മെ പഠിപ്പിക്കുന്നു.
പക്ഷേ ന്യൂറോണുകളെ ബന്ധിപ്പിക്കാനും വേർപെടുത്താനും നമുക്ക് തലച്ചോറിനകത്ത് കയറി വയറിങ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മളവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? എനിക്ക് കണക്ക് പ്രയാസമാണ്. പക്ഷേ എന്ത് ചെയ്യണം? അത് മാറ്റണം. അതിനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? നല്ല ചിന്തകളെ ക്രോഡീകരിക്കണം, അല്ലേ? കൂട്ടി ബന്ധിപ്പിക്കണം. അതിനുള്ള വഴി നമ്മുടെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ ഇവ ആവർത്തിച്ച് ചെയ്യുക എന്നതാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്? ചിന്തകൾ മാറ്റുക. എനിക്ക് വളരെ പ്രയാസമായി മാത്സ് എനിക്ക് പ്രയാസമാണ്, അങ്ങനെയല്ല പറയേണ്ടത്. നെഗറ്റീവ് തോട്ട് മാറ്റി അവിടെ പോസിറ്റീവ് തോട്ട് കൊണ്ടുവരണം. അതായത് ചിന്തകൾ മാറ്റണം. നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളെ കൊണ്ടുവരണം. നല്ല ചിന്തകൾ മാത്രമല്ല അവിടെ പ്രവർത്തനം. മാത്സ് എനിക്ക് എളുപ്പമാണ്, എനിക്ക് ഒരുപാട് മാർക്ക് കിട്ടും, മാത്സ് ഭയങ്കര ഈസിയാണ്, ഒരുപാട് ഈസിയാണ് എനിക്ക് മാത്സ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് ആ ചിന്തകളെ മാറ്റുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ദേഷ്യമുള്ള ആളിൻ്റെ ദേഷ്യം മാറ്റുന്നതിന് മറ്റുള്ളവരോട് എന്ത് അദ്ദേഹം ചെയ്യണം? ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ സ്ലോലി എന്താകും? പതിയെ മാറി വരും. ദേഷ്യമുള്ള ആൾ നല്ല സ്വഭാവിയായിട്ട് മാറും. അത് നിരന്തരം ചെയ്യുമ്പോൾ, ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിനോട് ബന്ധിച്ചുള്ള ന്യൂറോണുകൾ തലച്ചോറിൽ കൂടുതൽ ആക്റ്റീവാകും. അപ്പോൾ വീണ്ടും നമ്മൾ റിപ്പീറ്റായി ചെയ്യുമ്പോൾ കൂടുതൽ ആക്റ്റീവാവുന്നത് ഏതായിരിക്കും? പുതിയതായി നമ്മൾ കൊടുത്ത മെസ്സേജാണ്. ആദ്യം അവിടെ കിടന്ന മെസ്സേജ് പതിയെ പോകുന്നതായിരിക്കും. ക്രമേണ ദേഷ്യവുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളുടെ ബന്ധങ്ങൾ ശോഷിച്ച് ഇല്ലാതായി വരും. ഒരേ പ്രവൃത്തി 21 ദിവസം തുടർച്ചയായി ആവർത്തിച്ചാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറ്റാം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും പറയുമ്പോൾ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയുന്നത്. അതങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റായി മാറും. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലൂടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ആക്റ്റീവാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. വലത് കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇടത് കൈകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ വലത് കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇടതുവശത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ വലത് കൈകൊണ്ട് ചെയ്യുമ്പോൾ ഏത് വശത്തതായിരിക്കും വർക്ക് ചെയ്യുന്നത്? വലതുവശത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇടതുവശത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇടതുവശത്ത് നമ്മൾ കൈകൊണ്ട് എഴുതുമ്പോൾ വലതുവശത്തെ ബ്രെയിൻ ആക്റ്റീവാകും. ഇനി നന്നായി ഉറങ്ങുക. അപ്പോൾ വലത് കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇടത് കൈയിലേക്ക് മാറ്റാം. നന്നായി ഉറങ്ങാം. മഗ്നീഷ്യം, വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ് നമ്മൾ നന്നായിട്ട് കഴിക്കണം. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ഫുഡാണ് നമ്മൾ എടുക്കേണ്ടത്? മഗ്നീഷ്യം, വിറ്റാമിൻ ഡി അടങ്ങിയ ഫുഡ് ഒരുപാട് കഴിക്കുക. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? വ്യായാമം ചെയ്യണം. ചെസ് പോലുള്ള കളികളിൽ ഏർപ്പെടണം. അപ്പോഴാണ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ന്യൂറോൺസൊക്കെ കൂടുതൽ ആക്ടിവേറ്റ് ആകും. തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനങ്ങളെ റീവയർ ചെയ്യുന്നതിന് ഇവയെല്ലാം സഹായിക്കും. നമ്മളവിടെ വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ന്യൂറോൺസിനെ. ഈ ന്യൂറോൺസിനെ റീവയർ ചെയ്യുക, റിപ്പയർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തോ റീവയർ ചെയ്യുന്നു? ഏതൊക്കെ ന്യൂറോണുകളാണ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിനെ മാറ്റിയിട്ട് പുതിയ ചിന്തകളിലേക്ക് ന്യൂറോണുകളെ റീവയർ ചെയ്യുന്നു. പ്രായമായവരെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരിലാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ റീവയർ ചെയ്തും കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് ന്യൂറോണുകളെ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പഴയ ചിന്തകൾ മാറ്റി പുതിയ ചിന്തകൾ അവിടെ കൊടുത്തും പ്രവർത്തനങ്ങൾ അതോടൊപ്പം ആക്ടിവേറ്റ് ചെയ്തും ന്യൂറോണുകളെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് റിസൾട്ട് കിട്ടുന്നത് ആരിലാണ്? ചെറുപ്പക്കാരിലാണ്. ഇവിടെ ന്യൂറോണുകളുടെ ബന്ധങ്ങൾ തീവ്രതയുള്ളതിനാൽ റീവയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടേറും. എങ്കിൽ പോലും നിരന്തര പരിശീലനം, അതായത് പ്രായമായവരിൽ അതങ്ങനെ മെസ്സേജ് കൊടുത്തിട്ടിരിക്കുകയാണ്, അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് റീവയറിങ് ഇത്തിരി ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നിരന്തര പരിശീലനത്തിലൂടെ മാറ്റത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകും. മാറാനും ഒരു മനസ്സ് വേണം. മാറ്റമില്ലാത്തതൊന്നുമില്ല. മാറ്റങ്ങൾ നല്ലതിനാവട്ടെ, ശരികളിൽ നിന്നും കൂടുതൽ ശരികളിലേക്ക് ആകട്ടെ. നമുക്ക് അടുത്ത ലെസൺ എന്താണെന്ന് നോക്കാം. ഫിനിഷിംഗ് പോയിൻ്റ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ബസ്സിൽ യാത്രയ്ക്കായി കയറിയവരോട് കണ്ടക്ടർ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലേ?
അപ്പോൾ എന്താണ് പറയുന്നത്? എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ആ സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് വേണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ പറയാറ്. എന്നാൽ ചിലർക്ക് പോകേണ്ട സ്ഥലം അറിയാം, എന്നാൽ എവിടെയാണ് ഇറങ്ങേണ്ടത് അവരാദ്യമായിട്ട് പോവുകയായിരിക്കും. ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേരും വെച്ച് മാത്രമാണ് അവർ കയറുന്നത്. അവർക്ക് അറിയില്ല എവിടെ ഇറങ്ങണമെന്ന്. അപ്പോൾ എന്തു ചെയ്യും? ഒന്നിലടുത്തിരിക്കുന്ന യാത്രക്കാരോടോ അല്ലെങ്കിൽ ആരോട് ചോദിക്കും? കണ്ടക്ടറിനോടോ നമ്മൾ അന്വേഷിക്കും. ഈ സ്ഥലം എത്തുമ്പോൾ ഒന്ന് പറയണം എന്ന് നമ്മൾ പറയും. ചെറിയ ദൂരത്തേക്കുള്ള യാത്രയിൽ പോലും വ്യക്തമായ ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യാറുള്ളൂ, അല്ലേ? അത് നമുക്ക് നന്നായിട്ടറിയാം നമുക്ക് എവിടെ ഇറങ്ങണം എന്ന്. എന്നാൽ ഇനി നമുക്ക് ലൈഫ് നോക്കാം, നമ്മുടെ ജീവിതം നോക്കാം. ജീവിതം എന്നത് ഒരു വലിയൊരു യാത്രയാണ്. അതിൻ്റെ ലക്ഷ്യസ്ഥാനം പലപ്പോഴും നിർണ്ണയിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തായി തീരണം, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പലരും നിർണ്ണയിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കാത്തവർ എന്തുപോലെയാണ്? നടുക്കടലിൽ അകപ്പെട്ട തുഴയില്ലാത്ത തോണി പോലെയാണ്. ഓരോ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്താം? ഓരോ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തിഗതമായിരിക്കണം, വ്യത്യസ്തമായിരിക്കണം, അല്ലേ? എല്ലാ ആഗ്രഹങ്ങളെയും ലക്ഷ്യമാക്കി മാറ്റാൻ കഴിയുമോ? പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നോക്കൂ. എനിക്കൊരു വീട് വയ്ക്കണം, എനിക്ക് നല്ല ഒരു കരിയർ ഞാൻ തിരഞ്ഞെടുക്കും, അതിലെനിക്ക് എന്ത് ചെയ്യണം? നല്ല വളർച്ച ഉണ്ടാകണം, ഒരു കാർ വാങ്ങണം, ഇങ്ങനെ പോകുന്ന വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ. ചിലർക്കാണെങ്കിലോ ഇവിടെ വേണ്ട, എനിക്കെന്ത് തന്നെ മതി? വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണം, എനിക്കവിടെ പോയി താമസിക്കണം, അവിടെ ജോലിയെടുക്കണം, ഇങ്ങനെയുള്ള നീണ്ടുപോകുന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ. അതിൻ്റെ അടുത്ത പേജിൽ അവരവരുടെ കഴിവുകൾ, സാഹചര്യങ്ങൾ എന്നിവ എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിവുള്ളത് അത് എഴുതാം, അല്ലേ? അങ്ങനെ കഴിവ് എടുക്കുക, കഴിവ് നേടുക, അങ്ങനെ ചെയ്യാം. നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സുണ്ട്. 5 ഭാഷകൾ സംസാരിക്കാൻ എനിക്ക് കഴിയും. ഇതെല്ലാം എൻ്റെ കഴിവുകളാണ്. മറ്റതൊക്കെ എന്താണ്? എൻ്റെ ഗോളാണ്, ലക്ഷ്യമാണ്, എന്തിലെത്തിച്ചേരണമെന്നുള്ളത്, ആഗ്രഹങ്ങളാണത്. ഇനി നിങ്ങളുടെ ഈ കഴിവുകൾ ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തന പദ്ധതികളാണ് നമ്മളിനി തയ്യാറാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹവും താല്പര്യമുള്ള ഒരാളാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കെന്താണ്? പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ വളരെ താല്പര്യമുണ്ട്. കരിയറിൽ ഉണ്ടാകുന്ന വളർച്ച ഉറപ്പായും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും അതുവഴി കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിനും സഹായിക്കും, അല്ലേ? ആഗ്രഹിച്ച കാറും മറ്റ് അനുബന്ധ കാര്യങ്ങളും നേടിയെടുക്കാനും വഴിയൊരുക്കും. ആഗ്രഹങ്ങളെ തൻ്റെ കഴിവുകളുമായി, കഴിവെന്ന് പറഞ്ഞാൽ സ്കില്ല്, അതുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യം നിർണ്ണയിക്കണം. ലക്ഷ്യം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നതിന് നിർബന്ധമായും സമയപരിധി നിശ്ചയിക്കണം. ഗോൾ പൂർത്തീകരിക്കാൻ സമയപരിധി നിർണ്ണയിക്കുമ്പോൾ അത് 2 രീതിയിലായിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്. ഒന്ന് എന്താണ്? ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയും. അതായത് ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പീരീഡിൽ തന്നെ നമ്മളത് നേടിയെടുക്കുക. ഇനിയാണെങ്കിലോ ചിലത് അങ്ങനെ പറ്റില്ല, അതിന് സമയം വേണം. ലോങ് ടേം ഗോൾസ് എന്ന് പറയും. കുറഞ്ഞ സമയപരിധി കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാണ് ഹ്രസ്വകാലം, അതാണ് ഷോർട്ട് ടേം എന്നും പറഞ്ഞത്. നാളെ മുതൽ രാവിലെ നേരത്തെ ഉറക്കം എഴുന്നേൽക്കാൻ തീരുമാനിക്കും. ആശുപത്രിയിൽ പോയി ആരോഗ്യ ചെക്കപ്പ് ഞാൻ നടത്തും. ഇതെല്ലാം ഷോർട്ട് ടേമിൽ നമ്മൾ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ സമയപരിധി കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളെയാണ് ദീർഘകാല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലാണ് ലക്ഷ്യങ്ങളുള്ളത്. ഒന്ന് ഷോർട്ട് ടേമും ഒന്ന് ലോങ് ടേമും. അതായത് ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ദീർഘകാല ലക്ഷ്യങ്ങളും. വിദേശ യാത്രയ്ക്ക് പോകണം, വീട് വയ്ക്കണം, ഇതെല്ലാം ലോങ് ടേമാണ്. ഒടുക്കം കണ്ടു തുടങ്ങുക എന്നൊരു പ്രയോഗമുണ്ട്. ഫലം ആദ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. അതായത് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങുക. ഇത് വായിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി ഈ പുസ്തകത്തിലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള തീരുമാനമുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തിയെന്ന് കരുതാം. ഇവിടെ ആരാണ് എൻ്റെ ലക്ഷ്യങ്ങൾ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തിയെന്ന് കരുതാമെന്ന് പറയുന്നത്? ആരുമല്ല, ഇതിൻ്റെ ഓതറായ മനുകുമാർ ആലിയാട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. എഴുത്തുകാരനായ മനുകുമാർ ആലിയാട് ഈ പുസ്തകത്തിന് എഴുതിയ ആൾ. ലക്ഷ്യം മുൻകൂട്ടി ഉറപ്പിച്ചുള്ള യാത്രകൾ ലക്ഷ്യമില്ലാതെയുള്ള യാത്രകളേക്കാൾ വളരെ മനോഹരമാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നീങ്ങുന്ന പായ്ക്കപ്പലുകളേക്കാൾ നല്ലത് സ്വയം ഗതി നിയന്ത്രിക്കുന്ന, നമ്മൾ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന കപ്പലുകളിലെ യാത്രയാണ്, അല്ലേ? മറ്റതോ കാറ്റ് വന്നാലോ അല്ലെങ്കിൽ തിരമാലകൾ വൻ ശക്തിയോടെ അടിച്ചാലോ പായ്ക്കപ്പലുകൾ
ലക്ഷ്യം തെറ്റിപ്പോകും. അത് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ്? നമുക്ക് ആദ്യം തന്നെ ലക്ഷ്യമുണ്ടായിരിക്കണം. എനിക്കിതായി തീരണം എന്ന് പറഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്ത ലെസണിലേക്ക് പോകാം. നല്ല ചിന്തകൾ. സുഖമാണോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? സാധാരണയായി കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു സാധാരണ സുഖാന്വേഷണമാണിത്. ഓ, അങ്ങനെയൊക്കെ പോകുന്നു, അത് മറുപടി. ഒരു കണക്കിന് അങ്ങനെ പോകുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയായിരിക്കും ആൻസർ. ഇതൊക്കെ ആയിരിക്കും ഉത്തരമായി ലഭിക്കുക. അതുമല്ലെങ്കിലോ സുഖം. ചിലർ കേട്ടിട്ടില്ലേ, എങ്ങനെയുണ്ട്, സുഖമാണോ? സുഖം, ഇത്രയും പറഞ്ഞങ്ങ് നിർത്തും. ഇങ്ങയെന്ന് രണ്ടക്ഷരം അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ പറഞ്ഞു നിർത്തും. ഇനി വരുന്ന നല്ല സമയം കാത്തിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. യഥാർത്ഥത്തിൽ നല്ല സമയം എന്നത് എപ്പോഴാണ്? ചില പ്രത്യേക പ്രായത്തിൽ വരുന്നതാണോ നല്ല സമയം? അല്ല. ചില പ്രത്യേക കാലഘട്ടത്തിലുള്ളതാണോ നല്ല സമയം? അതുമല്ല. കടന്നുപോയ കാലവും വരാനിരിക്കുന്ന കാലവും മനുഷ്യൻ്റെ നിയന്ത്രണ പരിധിക്കപ്പുറമാണ്. കടന്നുപോയ കാലത്തെക്കുറിച്ച് അന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഇപ്പോൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യേണ്ട സമയത്ത് അപ്പോൾ ചെയ്യുക. അതായത് വർത്തമാനകാലത്തിൽ ജീവിച്ച് വർത്തമാനകാലത്തിൽ ചെയ്യുക. അന്നുള്ള കാര്യം അന്നന്ന് ചെയ്ത് തീർക്കുക. ശരിക്കും മനുഷ്യന് കരഗതമായിട്ടുള്ളത് ഇപ്പോഴത്തെ സമയം മാത്രമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ വർത്തമാനകാലം നിങ്ങൾക്ക് എങ്ങനെ സന്തോഷകരമായി മാറ്റാൻ കഴിയും? അതിനുള്ള വഴിയാണ് നല്ല ചിന്തകൾ. ചിന്തകൾ നല്ലതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ചിന്തകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ആണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഓരോന്നും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് നല്ല ചിന്തകളുടെ ഉറവിടങ്ങളായി മാറും. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അധികവും നെഗറ്റീവാണ്, അല്ലേ? നല്ല ചിന്തകൾക്ക് ഇവ സഹായിക്കുന്നതേയില്ല. നല്ല ഗന്ധവും ചിന്തകളെ സ്വാധീനിക്കും. പഠനമുറി, ഓഫീസ് എന്നിവ സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞാൽ അവ നല്ല ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും വ്യാപരിക്കാൻ നമ്മെ സഹായിക്കും. അതുപോലെ സ്പർശനം, രുചി, ശബ്ദം ഒക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും നല്ല ചിന്തകൾക്ക് പിൻബലം നൽകുകയും ചെയ്യുന്നവയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ സെലക്റ്റീവ് ആകണം എന്നതാണ്. ചിന്തകൾ മികച്ചതാകാൻ, നല്ലതാകാൻ ഇനി പറയുന്നവ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക, നല്ലതല്ലാത്തവയെ തള്ളിക്കളയുക. നല്ലതിനെ കൂടെ നിർത്തുന്നതിനും ഫോക്കസ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവായി മാറും. നൽകാൻ പഠിക്കുക. നല്ലതിനേക്കാൾ നൽകുന്നതിൻ്റെ സന്തോഷം തിരിച്ചറിയണം. നേടുന്നതിനേക്കാൾ നൽകുന്നതിൻ്റെ സന്തോഷം തിരിച്ചറിയുകയും നൽകുന്നതിനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ ചിന്തകൾക്കും തെളിച്ചം കൂടുന്നു. നൽകാൻ പഠിക്കുക. നേടുന്നതിനേക്കാൾ നൽകുന്നതിൻ്റെ സന്തോഷം തിരിച്ചറിയുകയും നൽകുന്നതിനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ ചിന്തകൾക്കും തെളിച്ചം കൂടുന്നു. ഇതിലൂടെ നല്ല ചിന്തകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ തന്നെ നമ്മെക്കുറിച്ച് മനസ്സിൽ നല്ലത് പറയണം. എപ്പോഴും അങ്ങനെയായിരിക്കണം. നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മുടെ കഴിവുകളെക്കുറിച്ച് അങ്ങനെ എല്ലാം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഞാൻ മിടുക്കനാണ്, ഇങ്ങനെ നമുക്ക് എപ്പോഴും പറയാം. ഞാൻ സുന്ദരിയാണ്, ഞാൻ ബുദ്ധിയുള്ളവളാണ്, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിയുള്ളവനാണ്, എനിക്കിത് ചെയ്യുവാൻ കഴിയും, ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങും, ഞാൻ ഒന്നാമനായി ജയിക്കും. ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയും നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. നല്ലത് ചിന്തിക്കാം, പ്രവർത്തിക്കാം. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. അടുത്ത ലെസൺ, അവസരങ്ങൾ അനവധി. ഒരു സ്കൂളിൽ എല്ലാ ബുധനാഴ്ചയും അസംബ്ലിയിൽ പൊതുവിജ്ഞാനത്തിൻ്റെ 3 ചോദ്യങ്ങൾ ചോദിക്കും. ഉച്ചയ്ക്ക് അതിൻ്റെ ആൻസർ എഴുതി അതിനായി തയ്യാറാക്കിയിട്ടുള്ള ബോക്സിൽ കൊണ്ട് നിക്ഷേപിക്കണം. എല്ലാറ്റിനും ശരി ഉത്തരങ്ങൾ കൂടുതൽ പേർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരാളെ വിജയിയായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും. ആ കുട്ടിയുടെ പേര് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും അടുത്ത ആഴ്ചത്തെ അസംബ്ലിയിൽ സമ്മാനം നൽകുകയും ചെയ്യും. ഇതായിരുന്നു ആ സ്കൂളിൽ നടന്നു വന്നിരുന്നത്. ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക്
ലഞ്ച് ബ്രേക്കിന് ഒരു പെൺകുട്ടി വിഷമിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ച അധ്യാപകനെ കാണാനായി വന്നു. ഈ കുട്ടിയുടെ വലിയ വിഷമം കണ്ട് അധ്യാപകൻ കാര്യം തിരക്കി. എന്തു പറ്റി മോളെ? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, പെൺകുട്ടി വളരെ വിഷമത്തോടെ പറഞ്ഞു. എന്താണ് എന്ന അർത്ഥത്തിൽ അധ്യാപകൻ ചോദിച്ചു. സർ, എനിക്ക് മാത്രം ഒരിക്കൽ പോലും GK ചോദ്യങ്ങൾക്ക് സമ്മാനം കിട്ടുന്നില്ല. ഈ കുട്ടിയെ നന്നായി അറിയുന്ന അധ്യാപകൻ്റെ മറുചോദ്യം ഇതായിരുന്നു. മോൾ എത്ര പ്രാവശ്യം ഉത്തരം എഴുതി ബോക്സിലിട്ടു? ഞാനൊരു ദിവസം ഇട്ടിട്ടില്ല സാർ. പിന്നെ എങ്ങനെയാണ് മോളെ നിനക്ക് സമ്മാനം കിട്ടുക? ഉത്തരം ശരിയാണെങ്കിലും അല്ലെങ്കിലും ആൻസർ എഴുതി ബോക്സിൽ നിക്ഷേപിക്കുക. എന്നെങ്കിലും ഒരിക്കൽ ശരി ഉത്തരം ലഭിക്കുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ടെങ്കിൽ അവയിൽ നിന്ന് നറുക്കെടുത്താൽ അതിൽ വിജയിക്കുകയാണെങ്കിൽ മോൾക്ക് സമ്മാനം കിട്ടിയില്ലേ? ഇതായിരുന്നു അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞത്. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും അനവധി അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നില്ല, അഥവാ കണ്ടാൽ തന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, എനിക്ക് ജോലി ലഭിക്കുന്നില്ല, എല്ലാവർക്കും ജോലിയുണ്ട്, എൻ്റെ കരിയർ വലിയ പ്രശ്നമാണ്, കൂടെയുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ അധികം പേരും പറയുന്നു. അപകടങ്ങളിൽ പോലും അവസരങ്ങൾ കണ്ടെത്തുന്നവർക്ക് മുമ്പിൽ ഈ ലോകത്തിന് തന്നെ കീഴടങ്ങേണ്ടി വരും. അവസരങ്ങൾ നമ്മെ തേടിയെത്തണം എന്നില്ല, നമ്മൾ അവസരങ്ങളെ തേടിപ്പോകണം. നമുക്ക് ചുറ്റുമുള്ള നമുക്ക് അനുയോജ്യമായ അവസരങ്ങളെ തിരിച്ചറിയുകയാണ് നാം ചെയ്യേണ്ടത്. അവയെ ഫലപ്രദമായി വിനിയോഗിക്കുകയാണ് വേണ്ടത്. അവസരങ്ങൾ വായുവിനെ പോലെയാണ്, നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അവ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അടുത്തത്, മറ്റുള്ളവർ എന്തു പറയും? ഒരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ വേദി. വളരെ മനോഹരമായി അലങ്കരിച്ച ആ വേദിയിൽ നന്നായി വസ്ത്രധാരണം ചെയ്ത ബിസിനസ്സുകാർ ഇരിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഘനഗംഭീരമായ ശബ്ദത്തിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മൈക്ക് പിടിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. വെൽക്കം ടു ദ ലൗഡ് വൺസ് ഹു ഹാവ് ബിക്കം ദ മാസ്റ്റേഴ്സ് ഓഫ് യുവർ ഓൺ ബിസിനസ് എംപയർ. Each one can tell about the challenges you face in your business and the ways to success. ഓരോരുത്തരുടെയും ബിസിനസ് ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിജയ വഴികളെയും കുറിച്ച് സംസാരിക്കാനാണ് ആ വ്യക്തി ആവശ്യപ്പെട്ടത്. പക്ഷേ ആവശ്യം ഇംഗ്ലീഷിൽ ആയതിനാൽ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെങ്കിലും ആരും പ്രതികരിച്ചില്ല. 1 മിനിറ്റ് സമയത്തിന് ശേഷം മൈക്കിൽ കൂടി സംസാരിച്ച വ്യക്തി ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അപ്പോൾ ഒരാൾ പതിയെ മടിച്ചു എഴുന്നേറ്റ് മൈക്ക് വാങ്ങി പതിയെ ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങി. ആദ്യം ശബ്ദം ഇടറി, എങ്കിലും പതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ബിസിനസ് അനുഭവങ്ങളും വിജയ വഴികളും ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചു. 8 മിനിറ്റ് ആ മനുഷ്യൻ സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ് തൻ്റെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിറഞ്ഞ കയ്യടികൾ മുഴങ്ങുകയായിരുന്നു അവിടെ. അഭിമാനത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ ഉള്ള മുഖത്തോടെയാണ് അദ്ദേഹം സീറ്റിലിരുന്നത്. ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? അധികം പ്രായമില്ലാത്ത ഒരു ബിസിനസ്സുകാരനാണ് ഈ ചോദ്യം ചോദിച്ചത്. ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും മൈക്ക് വാങ്ങി മലയാളത്തിൽ പറഞ്ഞു തുടങ്ങി. ഞാൻ മലയാളത്തിൽ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ പകുതി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കും. എനിക്ക് ഇംഗ്ലീഷിലും നന്നായി സംസാരിക്കാൻ കഴിയും. എന്നാൽ ഭാവ തീവ്രതയോടെ എൻ്റെ ആശയങ്ങൾ എൻ്റെ മാതൃഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും അതാണ് ഏറ്റവും ഉത്തമവും എന്ന് ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ പറയുകയാണ്. ഞാനതിൽ കൂടുതൽ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മലയാളത്തിൽ തൻ്റെ ബിസിനസ് അനുഭവങ്ങൾ എല്ലാവരോടും പങ്കുവച്ചു. കുറച്ചു സമയത്തിന് ശേഷം പ്രസംഗം ഇംഗ്ലീഷിലേക്ക് മാറി. ഇത് കേട്ട മുഴുവൻ പേരും വിസ്മയിച്ചു പോയി.
എത്ര മനോഹരമായാണ് അയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയാൽ എന്തായിരുന്നു കുഴപ്പം എന്നെല്ലാവരും ആ സമയത്ത് ഓർത്തു. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് മലയാളത്തിലാണ്. അതിങ്ങനെയായിരുന്നു: ഞാൻ മലയാളത്തിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഭൂരിഭാഗം പേർക്കും മുഖത്തൊരു കളിയാക്കൽ ഭാവം. എൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ചെറിയവനാകുന്നില്ല. എന്നാൽ ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ എനിക്കറിയാം എന്ന് കരുതി ഒരിക്കലും ഞാൻ മാതൃഭാഷയെ കുറച്ചു കാണുകയും ഇല്ല. മറ്റുള്ളവരുടെ പുച്ഛഭാവം കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരുപക്ഷേ പരുഷമായി സംസാരിച്ചാൽ പോലും ഞാൻ എൻ്റെ അഭിപ്രായം ഉറപ്പായും രേഖപ്പെടുത്തും. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഴങ്ങിത്തുടങ്ങിയ കയ്യടികൾ മിനിറ്റുകൾ നീണ്ടുനിന്നു. സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ കഴിവുകേടുകൾ കണ്ടെത്തുന്നതിനുള്ള വ്യഗ്രത കാണിക്കുന്നത്. അതാണ് നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്നത്. സ്വന്തം കഴിവിൽ വിശ്വാസം ഇല്ലാത്തവർ മറ്റുള്ളവർ എന്തു പറയും എന്ന് ആലോചിച്ച് തൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിവെക്കുന്നവരാണ്. മറ്റുള്ളവർ പറയുന്നതല്ലല്ലോ നമ്മളെക്കുറിച്ച് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാൻ കഴിയുക? നമുക്ക് തന്നെയാണ് നമ്മളെക്കുറിച്ച് നന്നായി അറിയുന്നത്. നമുക്ക് മാത്രമാണ് നമ്മളെ മനസ്സിലാകുന്നത്. മറ്റുള്ളവർ എന്തു പറയും എന്ന് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ നാം മാറ്റിവെക്കരുത്. നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മറ്റുള്ളവർ എന്തു പറയും എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ വഴികളും തീരുമാനങ്ങളും. നിങ്ങളുടെ വഴികളിൽ സ്പർശനമയകുന്നത് നിങ്ങളുടെ പാദങ്ങളും ശ്വസിക്കുന്നത് നിങ്ങളുടെ നാസികയും മാത്രമായിരിക്കും. അടുത്ത ലെസൺ: അന്നമാണോ ഉന്ന? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സമയത്ത് ക്ലാസ് റൂമിലെത്തിയ ഹരിമാഷ് കണ്ടത് ഒരു പൊതിച്ചോറ് 4 പേർ ചേർന്ന് കഴിക്കുന്നതാണ്. നിങ്ങളിൽ ആരാണിത് കൊണ്ടുവന്നത്? മാഷേ, ഞാനാണ് കൊണ്ടുവന്നത്. ഇവർ കൊണ്ടുവരാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടി ഭക്ഷണം ഷെയർ ചെയ്തു. റഫീഖിൻ്റെ ഉത്തരം ഇതായിരുന്നു: ആഹാരം ഒന്നിച്ച് കഴിക്കുന്നത് നല്ലതു തന്നെ. നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചവരാണോ? 4 പേരും ഇല്ല എന്ന് തലയാട്ടി. അതുതന്നെയാണ് പ്രശ്നം. വീട്ടിൽ രാവിലെ ഭക്ഷണം തയ്യാറാക്കിയാലും കഴിക്കാതെ സ്കൂളിലെത്തും. PTA മീറ്റിങ്ങിന് വന്നപ്പോൾ രാജേഷിൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. രാവിലെ നിർബന്ധിച്ച് വിളിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകുമെന്ന്. ഹരിമാഷിൻ്റെ സംസാരം കുട്ടികൾ വളരെ ക്ഷമയോടെയാണ് കേട്ടത്. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം. രാവിലെയുള്ള ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ വയർ നിറച്ച് കഴിക്കണം. അതാണ് അന്നത്തെ ഒരു ദിവസത്തെ, അതായത് അന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഊർജ്ജം നിലനിർത്തുന്നത്. അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ്റെ ബുദ്ധിവികാസത്തിന് വേണ്ട ഊർജ്ജം കിട്ടുന്നത് പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ്. അത് കഴിക്കാതെ പോകുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാതെ രാത്രി വീട്ടിലെത്തിയിട്ട് അമിത ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഉടൻ കിടന്നുറങ്ങുന്നതും വളരെ തെറ്റാണ്. ആഹാരം കഴിക്കാതിരിക്കുന്നത് പോലെ പ്രശ്നമാണ് അമിത ഭക്ഷണവും. ആഹാരം ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ ആവശ്യത്തിനേ ആഹാരം പാടുള്ളൂ. ആഹാരത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശാരീരിക അധ്വാനം കൂടുതൽ ഉള്ളവർ ഊർജം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അതായത് പാറ ചുമക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം. എന്നാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അത്രത്തോളം ഊർജം ആവശ്യമില്ല. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം ഉപയോഗിക്കാതെ വരുമ്പോഴാണ് ശരീരത്തിൽ അത് കൊഴുപ്പായി കെട്ടിക്കിടക്കുന്നത്. ഈ കൊഴുപ്പ് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കൊഴുപ്പ് കുറഞ്ഞ ആഹാരങ്ങൾ തിരഞ്ഞെടുത്താൽ തന്നെ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാം. ശരിയായ വ്യായാമം നിരന്തരം ചെയ്യുന്നതിലൂടെ കൊഴുപ്പിനെ കുറയ്ക്കാനും ഉന്മേഷത്തിനും ആരോഗ്യ ജീവിതത്തിനും സഹായകരമാകും. അടുത്ത ലെസൺ: പാഷൻ ആണ് ഫാഷൻ. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് പോലും അറിയുന്നില്ല. സമയം പോകുന്നതേ അറിയുന്നില്ല. ആ ജോലി വളരെ സന്തോഷത്തോടെ ഡെഡിക്കേറ്റഡായിട്ട്, അതായത്
അർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥതയോടെ വളരെ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ. PASSION പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് ഡ്രോയിങ്, ട്രാവലിംഗ്, ഫിഷിംഗ്, റൈറ്റിംഗ്, ട്രെയിനിങ്, ബിസിനസ്, IT, അങ്ങനെ നിരവധി ജോലികൾ. ഇവയിൽ തുടർച്ചയായി ഒരാഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു നോക്കുക. ഇവയിൽ ഏതു കാര്യമാണ് ഒരു മടുപ്പും കൂടാതെ നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്യാൻ കഴിയുന്നത്, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്, ഇതാണ് നിങ്ങളുടെ പാഷൻ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാഷൻ ക്രിക്കറ്റ് ആകണമെന്നില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിജയിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ആനന്ദം. പക്ഷേ അദ്ദേഹത്തിന് ക്രിക്കറ്റിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരിക്കണം എന്നില്ല. എന്നാൽ ക്രിക്കറ്റിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഒരു പാഷൻ ആയി മാറൂ. പാട്ട് പാടുവാനുള്ള കഴിവുണ്ടെന്ന് കരുതി ഒരാളുടെ പാഷൻ സംഗീതം ആകണമെന്നില്ല. സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും അതിൽ പരപ്രേരണയില്ലാതെ നിരന്തരം പരിശീലനത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ ഒരാൾക്ക് സംഗീതം പാഷൻ ആണ് എന്ന് പറയുവാൻ കഴിയൂ. നിങ്ങളുടെ ഉറക്കം പോലും ഒഴിവാക്കി ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് നിങ്ങൾക്ക് തീവ്രമായി ആഗ്രഹമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനമാണ് നിങ്ങളുടെ പാഷൻ. പാഷൻ നിങ്ങൾക്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഘടകങ്ങൾ ഇവയാണ്. ഉത്സാഹവനായ അവിടെയുള്ള അവസരങ്ങളെപ്പോലും നിങ്ങൾ തടസ്സങ്ങളായി കാണും. MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു വ്യക്തി ചൂണ്ടയിടൽ പാഷനായി കാണുകയും അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഫിഷിങ്ങിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. വലിയ വരുമാനം ഉണ്ടാക്കുകയും ചരിത്രം എഴുതുകയും ചെയ്തു. ഏതു വ്യത്യസ്ത അക്കാദമിക യോഗ്യതകൾ നേടിയിട്ടുള്ളവർ ആണെങ്കിലും കൂടുതൽ സന്തോഷവും ക്രിയാത്മകമായി പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അയാൾ പാഷനിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആ പാഷൻ വഴി ജീവനോപാധിക്ക് ആവശ്യമായ വരുമാനം കൂടി നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് അത് ശരിയായ അർത്ഥത്തിലും ദിശയിലേക്കും ആകുന്നത്. ഈ പറഞ്ഞ MSc ഇലക്ട്രോണിക്സുകാരൻ ചൂണ്ടയിടൽ എന്ന തൻ്റെ പാഷനെ ഫിഷിങ്ങിൻ്റെ വീഡിയോകളുടെ രൂപത്തിലേക്ക് മാറ്റി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും അവിടെ നിന്നും വരുമാനം ലഭിക്കുകയും തൻ്റെ പാഷനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ പാഷൻ കണ്ടെത്തൂ, സന്തോഷം അനുഭവിക്കൂ, വരുമാനത്തിൻ്റെ അധിക സന്തോഷം കൂടി നേടൂ. എല്ലാ മനുഷ്യരിലും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുണ്ട്. ഒരാളുടെ ഏറ്റവും മികച്ച കഴിവ് കണ്ടെത്തി വികസിപ്പിക്കുന്നതിലൂടെ അയാളും സമൂഹവും വർണ്ണാഭമാവും. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. വളരെ ഉത്സാഹവാനായ ഒരു വ്യക്തിക്ക് മാത്രമേ അവരവരുടെ പാഷൻ കണ്ടെത്താൻ കഴിയൂ. എന്താ അതിനർത്ഥം? അതിനർത്ഥം മടിയനായ ഒരാൾക്കും അവരവരുടെ പാഷൻ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. അടുത്തതായി, ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, അവിടുത്തെ തടസ്സങ്ങളെ നിങ്ങൾ അവസരങ്ങളായി കാണുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഉറപ്പായും നിങ്ങളുടെ പാഷൻ ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള പാഷൻ ഇല്ലെങ്കിൽ അവിടെയുള്ള അവസരങ്ങളെപ്പോലും നിങ്ങൾ തടസ്സങ്ങളായി കാണാം. MSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു വ്യക്തി ചൂണ്ടയിടൽ പാഷനായി കാണുകയും അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഫിഷിങ്ങിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. വലിയ വരുമാനം ഉണ്ടാക്കുകയും ചരിത്രം എഴുതുകയും ചെയ്തു. ഏതു വ്യത്യസ്ത അക്കാദമിക യോഗ്യതകൾ നേടിയിട്ടുള്ളവർ ആണെങ്കിലും
കൂടുതൽ സന്തോഷവും ക്രിയാത്മകമായി പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അയാൾ പാഷനിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആ പാഷൻ വഴി ജീവനോപാധിക്ക് ആവശ്യമായ വരുമാനം കൂടി നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് അത് ശരിയായ അർത്ഥത്തിലും ദിശയിലേക്കും ആകുന്നത്. ഈ പറഞ്ഞ MSc ഇലക്ട്രോണിക്സുകാരൻ ചൂണ്ടയിടൽ എന്ന തൻ്റെ പാഷനെ ഫിഷിങ്ങിൻ്റെ വീഡിയോകളുടെ രൂപത്തിലേക്ക് മാറ്റി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും അവിടെ നിന്നും വരുമാനം ലഭിക്കുകയും തൻ്റെ പാഷനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ പാഷൻ കണ്ടെത്തൂ, സന്തോഷം അനുഭവിക്കൂ, വരുമാനത്തിൻ്റെ അധിക സന്തോഷം കൂടി നേടൂ. എല്ലാ മനുഷ്യരിലും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുണ്ട്. ഒരാളുടെ ഏറ്റവും മികച്ച കഴിവ് കണ്ടെത്തി വികസിപ്പിക്കുന്നതിലൂടെ അയാളും സമൂഹവും വർണ്ണാഭമാവും. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. അവൻ ഒരു കുംഭകർണനാണ്. ചിലരെ അപ്പറ്റി ആളുകൾ പറയുന്ന അഭിപ്രായം ഇതാണ്: യഥാർത്ഥത്തിൽ നന്നായി ഉറങ്ങുന്നത് നല്ലതാണോ? അത് ഉറക്കത്തിൻ്റെ സമയത്തെയും സാഹചര്യത്തെയും അനുസരിച്ചിരിക്കും. ഉദാഹരണമായി, വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്നത് നല്ലതല്ല. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളപ്പോൾ നന്നായി ഉറങ്ങുവാൻ കഴിയുന്നത് ഒരനുഗ്രഹമാണ്. നല്ല ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവർക്ക് നന്നായി ഉറങ്ങാൻ കഴിയും. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരുന്നാൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഉറക്കം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഉറക്കം എന്നത് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഉറക്കം ഉണ്ടാക്കുന്നതും നിയന്ത്രിക്കുന്നതും തലച്ചോറാണ്. പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ്. പകൽ സമയത്ത് നന്നായി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന നാഡീകോശങ്ങൾക്ക് കിട്ടുന്ന താൽക്കാലികമായ റെസ്റ്റ് കൂടിയാണ് ഉറക്കം. ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ ഉറക്കമില്ലായ്മ ബാധിക്കുന്നുവെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ഉത്കണ്ഠ ഉള്ളവർക്ക് ഉറക്കക്കുറവുണ്ടാകും. ഉറക്കക്കുറവ്, അതായത് ഇൻസോമാനിയ, നിരവധി ആളുകളെ ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നന്നായി ഉറങ്ങാൻ കഴിഞ്ഞാൽ മാനസിക പിരിമുറുക്കം, ദേഷ്യം എന്നിവ കുറയ്ക്കാൻ കഴിയും. കൂടുതൽ സമയം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അതിലെ ബ്ലൂ ലൈറ്റ് നേരിട്ട് കണ്ണിലേക്ക് അടിക്കുന്നത് ഉറക്കക്കുറവിന് കാരണമായേക്കാം. രാത്രി സമയങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ലൈറ്റുകളും ഓഫാക്കിയതിനു ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഉറക്കത്തിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ മാറ്റിവെക്കണം. ഇത് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനും ശരിയായ ഉറക്കത്തിനും സഹായകമാകും. ഉറക്കം കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുക. ഉറങ്ങുന്നതിന് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അത് തീർച്ചയായും മാറ്റുക തന്നെ വേണം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് വഴക്കിടുന്നത് മാറ്റിവെക്കുക. ശാരീരിക ശുദ്ധിയില്ലാതെ, അതായത് കുളിക്കാതെ കിടക്കുന്നത് ഉറക്കക്കുറവിന് കാരണമായേക്കാം. അമിതമായ ചിന്തകളിൽ മുഴുകിക്കിടക്കുക, അതും നല്ലതല്ല. ഇതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് നന്നായി ഉറങ്ങുവാൻ സാധിക്കും. ശരിയായ ഉറക്കവും ഭക്ഷണവും മാനസിക ശാരീരിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. സൗഹൃദത്തിൻ്റെ തേനും വയമ്പും. നിങ്ങൾ സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കാൻ സമയവും ക്ഷമയും ഉള്ളവരാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളോട് പറയുന്നത് കേൾക്കാൻ സമയവും ക്ഷമയും ഉള്ളവരാണോ നിങ്ങൾ? നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അത്യാവശ്യ കാര്യത്തിനായി പ്രവർത്തിക്കുന്ന ആളാണോ നിങ്ങൾ? യെസ് എന്നാണ് ആൻസറെങ്കിൽ, അതായത് അതെ എന്നാണ് ഉത്തരമെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയുടെ ഉത്തമ സുഹൃത്ത് ആയിരിക്കും. ഉത്തമ സുഹൃത്തിന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ചില വ്യക്തികൾ നമ്മുടെ നല്ല സമയങ്ങളിൽ കൂടെ ഉണ്ടാകും. എന്നാൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴോ ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിലോ കൂടെ നിൽക്കുവാൻ വരില്ല. ഈ കാര്യം പറയുമ്പോൾ ചിലരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തെളിയും. എന്നാൽ നമ്മൾ മറ്റൊരാളുടെ സുഹൃത്തായിരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം തന്നെയാണ്. നമ്മുടെ കാര്യങ്ങൾ പോലെ തന്നെയാണ്
നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട് എന്തെങ്കിലും സങ്കടങ്ങൾ വന്ന് നമ്മളോട് പറഞ്ഞാൽ അത് കേൾക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അതിന് നല്ലൊരു പരിഹാരം, സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്. അതിനെ ആ വ്യക്തിയെ സമാധാനപ്പെടുത്തുകയും ചെയ്യുക. ഇതായിരിക്കും ഒരു നല്ല സ്നേഹിതൻ്റെ നല്ല സ്വഭാവം, ഒരു നല്ല സ്നേഹിതനായിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. ആരാണ് നമ്മുടെ നല്ല ഫ്രണ്ട്? എപ്പോഴും നമ്മെ പുകഴ്ത്തുന്ന ആളാണോ യഥാർത്ഥ സുഹൃത്ത്? അല്ല. പൊതുജന മധ്യത്തിൽ നമ്മളെക്കുറിച്ച് നല്ലത് ചൂണ്ടിക്കാണിക്കുകയും വ്യക്തിഗതമായി നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അതായത് മറ്റെല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സുഹൃത്തല്ല. എന്നാൽ അവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ നല്ല കാര്യങ്ങൾ അവരോട് പറയുകയും, എന്നാൽ നമ്മൾ തമ്മിലായിരിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ സുഹൃത്ത് മാത്രമാകുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ ഇതാണ്, ഇത് നീ തിരുത്തണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നിനക്ക് ഉപദേശം തരുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്. അതായത് നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ, അത്. ഇങ്ങനെയുള്ള എത്ര ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ട്? അവരുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ ഒന്ന് നിങ്ങൾ ഭാവനയിൽ കാണും. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനും നിങ്ങൾ വിളിക്കുമ്പോൾ ഓടിയെത്താനും കഴിയുന്ന നല്ല സ്നേഹിതർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ യു ആർ ലക്കി എന്ന് പറയാം നമുക്ക്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. ഈ ലെസൺ ആരംഭിക്കുന്നത് തന്നെ ആകർഷണ നിയമം എന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു അനുഭവം. മനുകുമാർ ആലിയാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ മനുകുമാർ അവിടെ പഠിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കാണുമായിരുന്നു, ഭാവനയിൽ കാണുമായിരുന്നു അവിടെ പഠിപ്പിക്കുന്നതായിട്ട്, ആ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതായിട്ട്. ഇത് വളർന്നു വരുംതോറും മനസ്സിൽ ഉറയ്ക്കുകയും തീവ്രമായി അത് ആഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മനുകുമാർ ആ ക്ലാസ്സിൽ ഭാവിയിൽ അധ്യാപകനാകുകയും അവിടെ നിന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്തായിത്തീരണം എന്ന് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ, ഡീപ്പായിട്ട് നമ്മളത് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും അതായി മാറും. ഇവിടെ കാന്തങ്ങളുടെ ആകർഷണം പോലെ അല്ല ഇത്. കാന്തത്തിൽ പോസിറ്റീവ് നെഗറ്റീവിനെയാണ് ആകർഷിക്കുന്നത്. എന്നാൽ ഇതതിന് വിപരീതമാണ്. ഇവിടെ സമാനമായത്, ഒരുപോലെയുള്ളത് ആകർഷിക്കും. നല്ലതിനോട് നല്ലത് ആകർഷിക്കപ്പെടും. അങ്ങനെയാണ് ഈ നിയമം പറയുന്നത്. ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുകയും വിജയത്തെയും സന്തോഷത്തെയും നമുക്ക് ആകർഷിക്കുവാനും സാധിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. മറ്റുള്ളവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും വലിയ വില കൊടുക്കുന്നവരും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവരും ഈ ആകർഷണ നിയമത്തിൻ്റെ മധുരം നുണയുവാൻ അവസരം ലഭിക്കില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ പ്രവൃത്തികളെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്കൊരിക്കലും ഈ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം പ്രാവർത്തികമാക്കുവാൻ സാധിക്കില്ല. നമ്മുടെ ചിന്തകൾ, നമ്മൾ എന്തായിത്തീരണം എന്ന് നമ്മളാണ് ചിന്തിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചാൽ, അങ്ങനെ നല്ല ചിന്തകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആകർഷണ നിയമത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെറുതെ ചിന്തിച്ചത് കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ സ്വപ്നങ്ങൾ. പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് ചിന്തിക്കുകയും അതിലേക്കെത്താൻ കഠിനമായി പരിശ്രമിക്കുകയും വേണം. രണ്ടാമത്തത്, ചിന്തിക്കുന്നതെല്ലാം സംഭവിപ്പിക്കാനുള്ള കഴിവ് ആകർഷണ നിയമത്തിനില്ല. സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ പ്രാവർത്തികമാക്കുവാൻ മാത്രമേ അതിന് കഴിയൂ. അതായത് നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ആകാശത്ത് നമുക്ക് ചിറക് വിരിച്ച് ഒരിക്കലും പറക്കുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതായിട്ട് തീവ്രമായി ആഗ്രഹിച്ചാൽ നമുക്കത് സാധിക്കും. സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ സന്തോഷമുള്ള മാനസികാവസ്ഥ നമുക്ക് ലഭിക്കും. എല്ലാം കിട്ടുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കരുത്. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനായി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോവണം. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. പ്രതീക്ഷകളുടെ പ്രകാശം. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും.
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും പ്രകാശത്തിൻ്റെ ഗോപുരങ്ങൾ കയറാൻ സാധിക്കും. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പലതാണ്. ഓരോന്നായി നമുക്ക് നോക്കാം. ശാരീരികമായവ, മാനസികമായവ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, ബിസിനസ് സംബന്ധമായത്, ഔദ്യോഗികമായത്, പ്രിയപ്പെട്ടവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമുള്ള അവഹേളന, അതായത് നമ്മളെ ഒറ്റപ്പെടുത്തുന്നതും നമ്മളെ ആക്ഷേപിക്കുന്നതും. അടുത്തത്, ആവശ്യമുള്ള സമയത്ത് പ്രിയപ്പെട്ടവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് സഹായം ലഭിക്കാതിരിക്കുന്നത്. അപ്രതീക്ഷിതമായി വരുന്ന പ്രതിസന്ധികൾ. ഇങ്ങനെയുള്ള പലതരം പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിൽപ്പെട്ട് നമ്മൾ വളരെ വിഷമിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. നിങ്ങൾക്ക് 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും 1000-ലധികം കാരണങ്ങൾ സന്തോഷിക്കാൻ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയും വളരെ താൽക്കാലികമാണ്. ഇതും കടന്നു പോകും. നമുക്ക് നല്ലത് വരും. നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ പല സഹായങ്ങളും നിങ്ങളെ തേടി എത്തും. വലിയ പ്രശ്നങ്ങളുള്ളവരെ കാണുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങളിലും പ്രതീക്ഷ പുലർത്തുന്നവരാണ് പിന്നീട് വളരെ വലിയ മഹാന്മാരായി ചരിത്രത്തിൽ ഇടം നേടുന്നത്. വലിയ കടൽക്ഷോഭത്തെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പ്രതീക്ഷ വിടാതെ കൈമുതലാക്കി നീണ്ട യാത്ര ചെയ്തതിനു ശേഷമാണ് വാസ്കോ ഡ ഗാമയ്ക്ക് ഇന്ത്യ എന്ന സമ്പൽ സമൃദ്ധമായ തീരത്തണയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഭയന്നു പോയെങ്കിൽ ഈ സ്വപ്ന തീരത്തണയാൻ കഴിയില്ലായിരുന്നു. എത്ര വലിയ പ്രതിസന്ധികളെയും കൂരിരുട്ടിനെയും അകറ്റുവാൻ ഉള്ളിലുള്ള പ്രകാശത്തിൻ്റെ തിരുനാളങ്ങൾക്ക് കഴിയും. പ്രതീക്ഷകളുടെ പ്രകാശം പരാജയത്തിൻ്റെയും ഭീതിയുടെയും മരവിപ്പിൻ്റെയും ഇരുട്ടിനെ അകറ്റും. അടുത്ത ലെസണിലേക്ക് പോകാം. ഒന്നാമനാകാം. ഇവിടെ ഒരു സ്കൂളിൽ ഓട്ട മത്സരം നടക്കുകയാണ്. ഓട്ട മത്സരത്തിന് എല്ലാ കുട്ടികളും നിൽക്കുന്നുണ്ട്. വിസിലടിക്കുന്നതിന് മുമ്പേ റഹ്മാൻ ഓടി. 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഹബീബ് റഹ്മാൻ. ഓടി. ഇത് കണ്ട് ബാക്കിയുള്ള കുട്ടികളും ഓടി. പിന്നെ ഇവരെ ഒന്നുകൂടെ ഓടിച്ചു. വിസിലടിച്ചതിന് ശേഷം ഇവർ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അതിൽ ഹബീബ് റഹ്മാൻ തന്നെയാണ് വിജയിച്ചത്. ഒന്നാമനാകാൻ ഒരാൾ നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങി തിരിച്ചാൽ അയാൾ ഒന്നാമൻ ആകുക തന്നെ ചെയ്യും. ഇനി ഭിന്നശേഷി കുട്ടികളുടെ കായികമേളയിൽ എന്താണ് കണ്ടതെന്ന് നമുക്ക് നോക്കാം. കായികമേളയുടെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ഭിന്നശേഷി കുട്ടികൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാണ് അവർ ഫിനിഷിംഗ് പോയിന്റിൽ ഓടിയെത്തിയത്. ഇവിടെ അവർ നമുക്ക് തരുന്ന പാഠം വളരെ വലുതാണ്. തീരാത്ത സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പാഠങ്ങളായിരുന്നു അത്. ആർക്കാണ് ഒന്നാമനാകാൻ ഇവിടെ കഴിയുക? ചെറിയ പരാജയങ്ങളിൽ തളരാതെ അടുത്ത വിജയത്തിനായി സ്വപ്നം കാണാം. മറ്റൊരാളുടെ താരതമ്യമോ കുറ്റപ്പെടുത്തലുകളോ അല്ല, അർപ്പണബോധത്തോടെ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ ഒന്നാമനാക്കും. ഒന്നാമനാകാനുള്ള ദൃഢനിശ്ചയം നിങ്ങളെ ഒന്നാമനാക്കുക തന്നെ ചെയ്യും. നിങ്ങളാണ് ഒന്നാമനെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ജീവിത പരീക്ഷകളുടെ അംഗത്തിനിറങ്ങിയാൽ പരീക്ഷകളുടെ വേനൽക്കാലത്തിന് ശേഷം നിങ്ങളെ ഒന്നാമനാക്കിക്കൊണ്ടുള്ള വിജയത്തിൻ്റെ പെരുമഴക്കാലം എത്തും. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. ഒന്നിച്ചു നിൽക്കാം. ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ശക്തിയും സൗന്ദര്യവും ഒന്ന് വേറെ തന്നെയാണ്. മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തുക എന്നത് വളരെ പ്രയാസകരമാണ്. ഒരു കൂട്ടം മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തുവാൻ ഒരാൾക്ക് ആവശ്യം വേണ്ട ശേഷി എന്താണ്? അതാണ് ലീഡർഷിപ്പ്. നല്ല ബന്ധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മുൻധാരണകൾ ഒഴിവാക്കി ഈഗോ ഇല്ലാതെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒരു ഗ്രൂപ്പിന് നൽകുവാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച ഒരു നേതാവാകാൻ സാധിക്കും. അതായത് ലീഡർ. ആജ്ഞകളിലൂടെ മറ്റുള്ളവരെ അനുസരിപ്പിക്കുന്ന ഹിറ്റ്ലറെ പോലുള്ള നേതാക്കളെയല്ല ഇവിടെ പറയുന്നത്. സ്വയം പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ കൂടെ കൂട്ടുന്ന ഗാന്ധിജിയെപ്പോലുള്ള നേതാക്കളെയാണ് കാലം ആവശ്യപ്പെടുന്നത്. ഒരുമിച്ച് നിന്നാൽ ഉയരങ്ങളിലേക്ക് ഉയർത്താം. സ്വാർത്ഥരായ ആളുകളോടൊപ്പം കൂട്ടുകൂടാൻ ആരും തയ്യാറാകില്ല.
സ്വന്തം കാര്യങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നവരെയാണ് സമൂഹത്തിന് ആവശ്യം. നാഷണൽ സർവീസ് സ്കീമിൽ ഇതുതന്നെയാണ് പറയുന്നത്. അവരുടെ മോട്ടോ എന്താണ്? നോട്ട് മീ ബട്ട് യു. ഞാനല്ല നീയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങളാണ്, അതായത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. ജീവിതമെന്ന പരീക്ഷ. സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ ഉയർന്ന യോഗ്യതകൾ നേടുന്നതുവരെയുള്ള എല്ലാ പരീക്ഷകളും നമുക്ക് അക്കാദമിക പരീക്ഷകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അതായത് LKG മുതൽ MBBS പരീക്ഷ വരെ അക്കാദമിക പരീക്ഷകൾ തന്നെയാണ്. കാരണം അതിന് പ്രത്യേകം നിർദ്ദേശിച്ച പാഠ്യപദ്ധതികളുണ്ടായിരിക്കും. ഇത്രയും ലെസൺസ് കവർ ചെയ്യണം എന്നുണ്ടായിരിക്കും. അങ്ങനെ ഉള്ള പരീക്ഷകൾക്ക് നമ്മൾ പഠിച്ചു പോകുന്നു, ചോദ്യപേപ്പർ കിട്ടുന്നു, നന്നായി പഠിക്കുന്ന എല്ലാവരും വിജയിക്കും. എന്നാൽ മത്സര പരീക്ഷകൾ അങ്ങനെയല്ല. 200 പേർ ആവശ്യമുള്ള ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ എഴുതാൻ വരുന്നത് 20,000 പേരാണെങ്കിൽ എല്ലാവർക്കും അതിൽ യോഗ്യത നേടാൻ സാധിക്കില്ല. അങ്ങനെയാണ് മത്സര പരീക്ഷകൾ പോകുന്നത്. അക്കാദമിക് പരീക്ഷകളുടെ വിജയം ഒരുപക്ഷെ ജീവിതം എന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് പോലെയായിരിക്കും. പരീക്ഷകളെ അകാരണമായി ഭയക്കുന്നത് അതിൽ പരാജയപ്പെടുന്നതിന് കാരണമായി മാറും. പരീക്ഷകൾ വിജയിക്കുന്നതിനുള്ള പ്രധാന വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷകൾ ഇന്ന് തീരുമാനിച്ച് നാളെ നടത്തുന്നവയല്ല. പരീക്ഷകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി അറിയുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ശരിയായ മുന്നൊരുക്കത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും നന്നായിട്ട് മുന്നൊരുക്കത്തിലൂടെ വിജയം നമുക്ക് സ്വന്തമാക്കാം. മാതൃകാ പരീക്ഷകളും മുൻവർഷ ചോദ്യപേപ്പറുകളും പരീക്ഷ എഴുതുന്നവരുടെ അനുഭവങ്ങളും പരീക്ഷ എഴുതുവാൻ പോകുന്നവരുടെ സമ്പത്തായി നമുക്ക് കാണാം. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുകയാണ് പരീക്ഷയിൽ വിജയിക്കുവാനുള്ള പ്രധാന മാർഗം. അക്കാദമിക പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും പങ്കെടുക്കുന്നവർക്ക് ഒരേ ചോദ്യപേപ്പറുകൾ ലഭിക്കുമ്പോൾ ജീവിതമെന്ന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന ചോദ്യപേപ്പറുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ സമീപിക്കുന്നവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാതിരിക്കാനാവില്ല. ഓരോ പരീക്ഷയും പുതിയ അവസരങ്ങളാണ് തുറന്നു തരുന്നത്. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് പോകാം. സംഗീതമേ ജീവിതം. ആദ്യമായി ഒരു മനുഷ്യൻ കേൾക്കുന്ന സംഗീതം മാതാവിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളമാണ്. വിനോദോപാധിയായി മാത്രം കാണേണ്ട ഒന്നല്ല സംഗീതം. ഇന്ന് ചികിത്സയ്ക്ക് പോലും രോഗം മാറുന്നതിനായി സംഗീതം ഉപയോഗിക്കുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസ് കുട്ടികളെ ഗണിതം പഠിപ്പിക്കുന്ന സമയത്ത് സംഗീതവും കൂടി ഉപയോഗിച്ച് കുട്ടികളുടെ ഭയം ഇല്ലാതാക്കി ഗണിത പഠനം മധുരതരമാക്കിയിട്ടുണ്ട്. മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗശാന്തിക്ക് ശ്രമിക്കുമ്പോൾ അതിവേഗത്തിൽ അത് പ്രവർത്തിക്കുന്നതായി മനസ്സിന് കൂടി ശാന്തി ലഭിക്കുന്നതായും കണ്ടു. ഇനി നമുക്ക് ഏതൊക്കെ രാഗങ്ങൾ, അതായത് സംഗീതത്തിലെ ഏതൊക്കെ രാഗങ്ങൾ ഏതൊക്കെ രോഗത്തിന് ഫലപ്രദമാണെന്ന് നോക്കാം. മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാണ് കുന്തള വരാളി രാഗം. അടുത്ത് നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന, അതായത് ആത്മവിശ്വാസം നൽകുന്ന രാഗമാണ് നാഗസ്വരാവലി രാഗം. അടുത്ത് വിശ്രമവും ശാന്തതയും മാനസികാരോഗ്യം നൽകുന്ന ഹരികാംബോജി രാഗം. അപ്പോൾ വളരെ വിശ്രമവും ശാന്തിയും മാനസികാരോഗ്യവും, മനസ്സിന് ആരോഗ്യം നൽകുന്നത് ഏത് രാഗമാണ്? ഹരികാംബോജി രാഗം. അടുത്തതായി ഖരഹരപ്രിയ രാഗം. ഖരഹരപ്രിയ രാഗം ഇത് മാനസിക സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം നൽകുന്നു. അടുത്ത് മോഹന കല്യാണി രാഗം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കരുണയും ആർദ്രതയും സ്നേഹവും അത് പ്രദാനം ചെയ്യുന്നു. ഏത്? മോഹന കല്യാണി രാഗം. അങ്ങനെ സംഗീതം അമൃത തന്നെയാണെന്ന് നമുക്ക് പറയാം. മലയാളികളുടെ മനസ്സിലിടം നേടിയ മഹാരാജാവ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് സ്വാതി തിരുനാൾ മഹാരാജാവ് ജനിച്ചപ്പോൾ ഇരേമൻ തമ്പി പാടിക്കേൽപ്പിച്ച വരികളാണ്.
സ്വാതി തിരുനാൾ മഹാരാജാവ് അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എല്ലാ ടെൻഷനിൽ നിന്നും ആശ്വാസം നൽകിയതും സംഗീതമായിരുന്നു. മഹാരാജാക്കന്മാരുടെ കൂട്ടത്തിലെ കലാകാരനായി മാറാൻ ഇദ്ദേഹത്തിന് പിൻബലം നൽകിയതും ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹം കേട്ട സംഗീതത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതത്തെ നമുക്ക് അമൃതാണെന്ന് പറയാം. അടുത്ത ലെസണിലേക്ക് പോകാം. കണക്കിലെ കാര്യങ്ങൾ. ഇവിടെ കണക്കെന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കണക്ക് കൂട്ടും. അതായത് ഇന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ള കണക്ക് കൂട്ടലിനെയാണ് ഇവിടെ പറയുന്നത്. സമയം, ജോലി, ആരോഗ്യം എന്നിങ്ങനെ സർവ്വമേഖലയിലും ശരിയായ കണക്കുകൂട്ടലുകൾ ആവശ്യമാണ്. എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് ചിലർ പരാതി പറയാറുണ്ട്. അവരുടെ മക്കൾ അവർ ഉദ്ദേശിച്ച തലത്തിൽ ഉയരാതിരിക്കുമ്പോൾ. കണക്കുകൂട്ടലുകൾ ശരിയാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏതു കാര്യം ചെയ്യുന്നതിനും സമയക്രമീകരണം വേണം. അതായത് ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ ടൈം ടേബിൾ ഇടുകയാണ്. കുട്ടികൾ പഠിക്കുന്ന ടൈം ടേബിൾ എന്നിരിക്കട്ടെ, വീട്ടിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ രാവിലെ 7 മണിക്ക് ഉണർന്ന് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ മുന്നൊരുക്കം കൊടുക്കണം. അതായത് 10 മിനിറ്റ് മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അതാണ് സമയക്രമീകരണം. മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഒരു പ്രവർത്തനം അവസാനിക്കുന്ന സമയം കഴിഞ്ഞിട്ടും 10 മിനിറ്റിന് ശേഷം അത് അവസാനിപ്പിക്കണം. 7 മണിക്ക് പഠിക്കാൻ തുടങ്ങിയെന്ന് നേരത്തെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. 7 മണിക്ക് തുടങ്ങിയത് 9 മണി വരെ പഠിക്കാൻ വെച്ചിരുന്നു, അല്ലെങ്കിൽ 8 മണി വരെ ആണെങ്കിൽ അത് വീണ്ടും 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അത് നിർത്താവൂ, സ്റ്റോപ്പ് ചെയ്യാവൂ. വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സ്കൂളിൽ ടൈം ടേബിൾ ഉള്ളതുപോലെ വീട്ടിൽ പഠിക്കാനും നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കണം. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണം. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ആദ്യം, അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞത് രണ്ടാമത്. അങ്ങനെയായിരിക്കണം ക്രമീകരണം. വ്യക്തിഗതമായോ സാമൂഹികമായോ നേട്ടങ്ങൾ ഇല്ലാത്തതും ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾക്ക് വഴിവെക്കുന്നതുമായ പ്രവർത്തനങ്ങൾ നമ്മൾ തീർത്തും ഒഴിവാക്കണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കണക്കൂട്ടലുകൾ നടത്തുമ്പോൾ ആ 2 വ്യക്തികൾ തമ്മിലും ശരിയായ ആശയവിനിമയം നടത്തിയിരിക്കണം. കണക്കുകൂട്ടൽ ഇല്ലാത്ത ജീവിതം സുഷിരമുള്ള ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് പോലെയാണ്. സുഷിരമുള്ള ബലൂണിൽ കാറ്റ് നിറച്ചാൽ എന്ത് സംഭവിക്കും? ആ കാറ്റ് പതിയെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത ലെസണിലേക്ക് പോകാം. ഗുരുവന്ദന. ഒരു മനുഷ്യന് ആവശ്യം വേണ്ട ഗുണങ്ങളിലൊന്നാണ് ഗുരുത്വം. നമ്മളിത് കേട്ടിട്ടുണ്ടല്ലോ, ഗുരുത്വം വേണമെന്ന്. അക്ഷരം പഠിപ്പിച്ചു തന്ന അധ്യാപകരോട് മാത്രമല്ല ഇത് പ്രകടിപ്പിക്കേണ്ടത്. എന്ത് കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നാലും അവരോടൊക്കെ നമുക്ക് ഗുരുത്വം ഉണ്ടായിരിക്കണം. ഗുരു എന്നാൽ ഗു എന്നാൽ ഇരുട്ടെന്നും രു എന്നാൽ രോധിക്കുക എന്നാണ്. അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കുക എന്നാണ്. ഗുരുവിൻ്റെ അർത്ഥം ഇരുട്ടിനെ ഇല്ലാതാക്കുക. അതായത് ഇരുട്ടിൽ നിന്നും നമ്മളെ കൈപിടിച്ച് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു. അതായത് അജ്ഞതയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആൾ. അജ്ഞത അറിവില്ലായ്മയിൽ നിന്നും നമ്മളെ അറിവിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു. വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. പഠനം സാധ്യമാകുന്ന സമയത്തും അതിനുശേഷവും പഠിപ്പിക്കുന്ന വ്യക്തിയും പഠിതാവും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് പഠിപ്പിച്ച വിദ്യാർത്ഥി അധ്യാപകനോട് സ്നേഹബഹുമാനങ്ങളോടെ സംസാരിക്കുമ്പോൾ അധ്യാപകനുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അതിർവരമ്പുകൾ കണക്കാക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല. തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെക്കുറിച്ച് അധ്യാപകൻ നല്ല വാക്കുകൾ പറയുമ്പോൾ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന സന്തോഷവും വളരെ കൂടുതലായിരിക്കും. സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം ആശയവിനിമയം ചെയ്യാൻ കഴിയുക എന്നത് മനുഷ്യന് കിട്ടുന്ന അപൂർവ അവസരങ്ങളാണ്. പഠിപ്പിച്ച ഗുരുവിനെ കാണുമ്പോൾ വിദ്യാർത്ഥികൾ ഒഴിമാറി നടക്കുന്ന കാലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കാലത്ത് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയെ വിദേശ രാജ്യം സന്ദർശിക്കാനായി കൊണ്ടുപോയ ഒരു വിദ്യാർത്ഥിയെയും വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞു. പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ കാണുമ്പോൾ നിറഞ്ഞ പുഞ്ചിരി നൽകിയാലും അത് ഏറ്റവും വലിയ ഗുരുവന്ദനമായി മാറും. ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയ ഗുരുക്കന്മാരെ വന്ദിക്കണം. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത ലെസൺ വിജയാകാശത്തിലെ മേഘങ്ങൾ. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടു കൂടുന്നു.
ചെറിയ കാറ്റ് വീശുന്നു. മഴ ഉടനെ ഉണ്ടാകും. പക്ഷികൾ വേഗത്തിൽ അവരുടെ കൂടുകൾ തേടി പറന്നുപോയി. കനത്ത മഴയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ പെട്ടെന്ന് നടക്കുവാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ പെട്ടെന്ന് വാഹനങ്ങൾ നിർത്തി മഴക്കൊട്ട് ധരിക്കുന്നു. കാൽനടക്കാർ യാത്രയുടെ വേഗത കൂട്ടുന്നു. അപ്പോഴും പരുന്ത് ആകാശത്ത് വട്ടമിട്ട് നിസ്സംഗഭാവത്തിൽ പറന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണിത്? പരുന്തിനെ മഴ ബാധിക്കില്ല. കാരണം പരുന്ത് പറക്കുന്നത് മഴ മേഘങ്ങൾക്ക് മുകളിലാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ. പരുന്തിനെ കണ്ട് നമ്മൾ പഠിക്കണം. എത്ര സംഘർഷങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രോബ്ലം ഉണ്ടായാലും അതിനും മുകളിലായിരിക്കണം നമ്മുടെ ചിന്തകൾ. എന്ത് വന്നാലും മനസ്സിൻ്റെ സ്വസ്ഥത നമ്മൾ നശിപ്പിക്കരുത്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. പ്രശ്നങ്ങളെ അങ്ങനെ വളരെ നിസ്സാരത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത നമുക്കുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ഒരു കൈവിരൽ മുറിഞ്ഞ് വേദനയുമായി ആശുപത്രിയിലെത്തി വാർഡിൽ കിടക്കുന്ന വ്യക്തി വിഷമിച്ച് ചരിഞ്ഞു കിടന്നപ്പോൾ കണ്ടത് ഒരു കാൽ മുറിച്ചു മാറ്റിയിട്ടും ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യനെയാണ്. സാഹചര്യങ്ങൾക്കടിമപ്പെടാതെ സാഹചര്യങ്ങളുടെ നിർമ്മിതാവാകുവാൻ നാം ശ്രമിക്കുക. നമ്മളെല്ലാവരും സാഹചര്യങ്ങളെ നിർമ്മിക്കണം, അല്ലാതെ അതിന് അടിമപ്പെടരുത്. മനുഷ്യന് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ സംഭവിക്കാം. അതിനോട് പൊരുത്തപ്പെടാനുള്ള ശേഷി നമുക്കുണ്ടാകണം. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു മനസ്സ് വേദനിപ്പിക്കരുത്. ശരിയായ മുന്നൊരുക്കത്തിലൂടെയും സമയക്രമീകരണത്തിലൂടെയും പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നന്ദി പറയാനും ക്ഷമാപണം നടത്താനുമുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഞാൻ ശരിയാണ്, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല, ഞാൻ മാത്രമാണ് ശരിയെന്ന ഭാവം ഒട്ടും ശരിയല്ല. ഇത് വളരെയധികം തെറ്റാണ്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമുഖത്ത് ഇല്ല. ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിന് ആധാരം. നിങ്ങൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാകില്ല, കാരണം നിങ്ങൾ സംഘർഷങ്ങൾക്കും മേലെയാണ്. ഒന്നാമൻ എന്ന പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ ഇതിൽ കുറച്ച് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും എഴുതിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമനാകാം എന്ന ശീർഷകം വായനക്കാർക്ക് പ്രതീക്ഷയും വിശ്വാസവും സമ്മാനിക്കുന്നു എന്ന് കെ ജയകുമാർ സാർ ഇവിടെ പറയുന്നു. കെ ജയകുമാർ IAS സാർ ഇതാണ് പറയുന്നത്. വിജയിക്കാൻ വേണ്ട മാനസിക സജ്ജീകരണങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായും വ്യക്തമായും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകം ജീവിതയാത്രയിൽ നമ്മൾ അടിപതറിപ്പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ആശംസകൾ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ സെബിൻ S. കൊട്ടാരം, അതായത് ദേശീയ പുരസ്കാര ജേതാവായ എഴുത്തുകാരനാണ് ഇദ്ദേഹം. രാജ്യാന്തര പ്രഭാഷകനുമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ശ്രീ മനുകുമാർ ആലിയാട് എഴുതിയ ഒന്നാമനാകാം എന്ന പുസ്തകം കാലഘട്ടത്തിൻ്റെ വായനയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ഓരോ അധ്യായങ്ങളും ഒരു ചെറിയ കഥയോ അനുഭവവുമായി നമുക്ക് തോന്നാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ടിപ്സ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. സമകാലീന ജീവിതത്തിലെ ഓരോ വ്യക്തിയും കടന്നു പോകുന്ന വിവിധ മേഖലകളിലൂടെ, ജീവിതങ്ങളിലൂടെ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളും കടന്നു പോകുന്നു. അടുത്ത ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമനാവാൻ എന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ എന്നെ കുറച്ചു സമയം ചിന്തകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒന്നാമൻ ഒരാളിനല്ലേ ആകാൻ പറ്റുകയുള്ളൂ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. അതിന് ഒരുപാട് പേര് മത്സരിക്കണമല്ലോ, വെറുതെ എന്തിനാ ഞാനും എന്നൊരു തോന്നൽ. പിന്നെ കൂടുതൽ ചിന്തിച്ചപ്പോൾ ക്രിസ്റ്റൽ ക്ലിയറായി എന്നാണ് പറയുന്നത് അദ്ദേഹം. ഒരു മേഖല അല്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ, കോടാനുകോടി അവസരങ്ങളുണ്ടല്ലോ. ഓരോ വിഷയത്തിലും ഒന്നാമനാകാം, വിവിധ പ്രദേശങ്ങളിലെ ഒന്നാമനാകാം. അവസരങ്ങളുടെ പെരുമഴ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ആ അവസരങ്ങൾ നമ്മൾ തേടി പിടിക്കുക, എന്നിട്ട് നമുക്ക് ഒന്നാമനാകാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് വിഭു പിരപ്പൻകോട്, എഴുത്തുകാരനും പ്രഭാഷകനുമാണ്. അദ്ദേഹം പറയുന്നു,
ലോകം മത്സരത്തിൻ്റെ വിജയി മത്സരിച്ച് ഒപ്പമുള്ളവരോ പരാജയപ്പെടുത്തിയവനും ആണെന്ന് കരുതുകയും കഥകളാൽ നിറയുകയും ചെയ്യുന്നിടത്താണ് മനുഷ്യൻ. ശ്രീ മനുകുമാർ ആലിയാടിൻ്റെ ഒന്നാമനാകാം എന്ന പുസ്തകത്തിൽ ഒന്നാമനാകുന്നത് ഒറ്റയ്ക്കല്ല എന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അവനവനെ കീഴ്പ്പെടുത്തിയാണ് ഓരോരുത്തരും വിജയിക്കുന്നത്. ഞാനൊരു സംഭവം തന്നെയാണ് എന്ന് ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ്. അത് നമ്മൾ ചിരിച്ചു കളയുവാനുള്ളതല്ല. ഞാനൊരു സംഭവം തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മളിലെ നമ്മളെ നമ്മൾ തിരയുകയാണ്. നമുക്കെന്തെല്ലാം കഴിവുകളുണ്ട് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് ജീവിതത്തിൽ ഒന്നാമനാകുവാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തതായി ജയ്ക്കർ തലയോലപ്പറമ്പ്, എഴുത്തുകാരൻ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവാണ്. സ്വയം തിരിച്ചറിഞ്ഞ് നന്മകളിലൂന്നിയ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ നിർമ്മിക്കാനും പുതിയ ലോകം പടുത്തുയർത്തുവാനും കഴിയും. ഒന്നാമനാകാം എന്ന ശ്രീ മനുകുമാർ ആലിയാടിൻ്റെ പുസ്തകത്തിന് എല്ലാവിധ ആശംസകൾ അദ്ദേഹം നേരുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്. അടുത്ത ഹരിലാൽ ഇന്ദീവര, പരിശീലകനാണ്. ഈ പുസ്തകം വായിക്കാതെ പോകരുത്. വൈകാരികമായ ഒരടുപ്പം ഈ പുസ്തകത്തിനോട് തോന്നാവുന്ന ഒരുപാട് മാത്രകൾ വായനയെ നിറയ്ക്കുന്നുണ്ട്. വായനയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഓരോ വായനക്കാരൻ്റെയും വായനാ ജീവിതത്തിൽ ഓർത്തെടുക്കുവാനുള്ള ഒരു വലിയ സാധ്യത നിലനിർത്തിക്കൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാമനാകാം ഈ പുസ്തകം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന പുസ്തകമാണെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത പരിശീലകൻ, പ്രഭാഷകൻ, നാടക പ്രവർത്തകനാണ് സാബു വി ആർ. ലക്ഷ്യവും ആസൂത്രണവുമാണ് വിജയത്തിൻ്റെ മാന്ത്രിക താക്കോലുകൾ. ഉറച്ച ഒരു തീരുമാനം മതി ഒന്നാമനായി മാറാൻ. കപ്പലുകളുടെ യാത്രകൾക്ക് വഴിതെളിക്കുന്ന പ്രകാശഗോപുരങ്ങൾ പോലെയാവട്ടെ പുസ്തകത്തിലെ ഓരോ വാക്കും. അടുത്ത് കൃഷ്ണകുമാർ കുന്നുമംഗലം, കവി, പ്രഭാഷകൻ. ആത്മാർത്ഥതയും അർപ്പണബോധവും കഠിനാധ്വാനവും കൊണ്ട് കാച്ചിക്കുറുക്കിയ ഏവർക്കും എന്നേക്കും വേണ്ട ഒരു ലഘുപുസ്തകമാണ് ഇത്. അങ്ങനെ ഒന്നാമനാകാം എന്ന പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പോകാം. അടുത്ത പുസ്തകം ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ. അതാണ് അടുത്ത വീഡിയോയിൽ. ഓക്കെ ഡിയേഴ്സ്.